കൊച്ചിയിലെ ആ ദുരന്ത വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് ട്രാക്കോ കേബിൾസിൽ. ഇവിടുത്തെ ജീവനക്കാരന്റെ ആത്മഹത്യയാണ് വലിയ വിവാദങ്ങൾക്ക് ഇടവെക്കുന്നത്. കാരണം 15 മാസത്തോളമായി ഇവിടെ ശമ്പളം മുടങ്ങിയിട്ട്. ആത്മഹത്യയിൽ ശക്തമായ പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തു വരികയാണ്. ജീവനക്കാരനായ പി ഉണ്ണിയാണ് ആത്മഹത്യ ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾസിൽ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായെന്ന് ജീവനക്കാർ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്ന് സഹപ്രവർത്തകർ ആരോപിക്കുന്നു. ഇന്നലെ ഉച്ചയായപ്പോഴാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഉണ്ണി വളരെ 15 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. അതുപോലെ പല തൊഴിലാളികളും ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ട് ഞങ്ങളെല്ലാവരും വളരെ യൂണിറ്റുകളുടെ ഉൾപ്പെടെ ചെന്ന് സമാധാനിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പോന്നിട്ടുള്ളത്. ഇത് 6 മാസം മുമ്പ് വരെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഞങ്ങളെ വിളിച്ചിട്ട് ഇതൊരു ന്യായമായിട്ടൊരു പാക്കേജ് നിങ്ങൾക്ക് തരുന്നുണ്ട്, അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻഫോ പാർക്ക് അതിന് നോട്ട് വിട്ടിട്ടുണ്ടെന്നുള്ളതിലൊക്കെ സംസാരിച്ചാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും സംതൃപ്തരായിരുന്നു. കമ്പനി വിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പാക്കേജ് ഞങ്ങൾ തന്ന് ഞങ്ങൾ രക്ഷിക്കുന്നുള്ളതിൽ ഞങ്ങൾ അതിനകത്ത് സമ്മതം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ഈ കഴിഞ്ഞ ദിവസം തിരുവല്ല യൂണിറ്റിൽ MD വരികയും, ഞങ്ങൾക്ക് 3 യൂണിറ്റ് ഉണ്ട്. തിരുവല്ല യൂണിറ്റ്, പിന്നെ ഒരു കണ്ണൂരുണ്ട്. ഈ തിരുവല്ല യൂണിറ്റിൽ MD വരികയും MD വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പാക്കേജും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആ ഒരു മാനസിക പീഡനത്തിലായിരിക്കാം ഉണ്ണി മരണപ്പെട്ടത്. 6 മാസം മുമ്പ് മന്ത്രി പറഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു പാക്കേജ് നൽകാമെന്ന് ഞങ്ങളെ തൊഴിലാളി യൂണിയൻ നേതാക്കളെ വിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ധാരണയായതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അതിന് വിരുദ്ധമായിട്ടാണ് MD തിരുവല്ല യൂണിറ്റിൽ ചെന്നുകൊണ്ട് ഈ പാക്കേജ് തരില്ല എന്നുള്ള പ്രഖ്യാപനം ഉണ്ണി അറിയുകയുണ്ടായത്. ഉണ്ണി അടക്കം ഞങ്ങളെല്ലാവരും അറിയുന്നുണ്ട്. അതിന്റെ മനോഷത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് അറിയും. ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ യൂണിയൻ ആവശ്യപ്പെട്ട് ഞങ്ങളെല്ലാ യൂണിയൻ ആവശ്യപ്പെട്ടാണ് MD വാക്ക് വലിക്കാത്തതിൻ്റെ ഉണ്ണിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഉത്തരവാദി MD MD അറസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് അതാണ് ജീവനക്കാരുടെ ആവശ്യം. എന്തായാലും ശക്തമായ നിലപാടിലേക്ക് ജീവനക്കാർ വരുന്നു. ഈ ഉണ്ണിയുടെ ആത്മഹത്യ അത് ശമ്പളം മുടങ്ങിയത് മൂലമാണ് എന്നതാണ് അവർ ആരോപിക്കുന്നത്. ഡാനി പോൾ ഉണ്ട്. ഡാനി, സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഇത്തരമൊരു അവസ്ഥ. 15 മാസമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരുണ്ട് എന്നത്. ഈ ഉണ്ണി എന്ന വ്യക്തിയുടെ മരണം വേണ്ടി വന്നു ഇത് വീണ്ടും ചർച്ചയാവാൻ. എന്താണ് സാഹചര്യം? ഒപ്പം ഈ മന്ത്രിയുടെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സജിത്ത്, കഴിഞ്ഞ 15 മാസമായി ട്രാക്കോ കേബിൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ശമ്പളം മുടങ്ങുന്നു. വളരെ തുച്ഛമായ രീതിയിൽ, നാമമാത്രമായ രീതിയിലുള്ള ഒരു വേതനമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ നിന്നും അവർക്കൊരു വളരെ തുച്ഛമായ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ആദ്യം ശമ്പളം വെട്ടിക്കുറക്കുന്ന രീതിയിലേക്ക് വരുന്നു, പിന്നീട് അത് പൂർണ്ണമായി മുടങ്ങുന്ന അവസ്ഥയിലേക്ക് അടക്കം വരുന്നു. നിരവധി ജീവനക്കാരുള്ള സ്ഥാപനം ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി അവർ മറ്റ് പല തൊഴിലുകളും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ വരികയാണ്. അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇപ്പോൾ പി ഉണ്ണിയുടെ ആത്മഹത്യ ഉണ്ടാവുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അദ്ദേഹം മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നു. ഈ സ്ഥാപനം, അതായത് ഈ ട്രാക്കോ കേബിളിൻ്റെ വലിയ രീതിയിലുള്ള വിശാലമായ സ്ഥലവും എല്ലാം തന്നെ ഇൻഫോ പാർക്കിൻ്റെ അടുത്ത ഘട്ട വികസനത്തിലേക്ക് നൽകുമെന്ന്, അതിനുശേഷം അതിൽ നിന്ന് ലഭിക്കുന്ന തുക ജീവനക്കാർക്ക് അവരൊരു നഷ്ടപരിഹാരമായി നൽകാനടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ചർച്ചകൾ നടക്കുന്നു. അതിൽ അവർക്കൊരു പരിഹാരമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് ഇല്ലാതാക്കിക്കൊണ്ടാണ് അങ്ങനെ ചില വർത്തമാനങ്ങൾ MDയുടെ ഭാഗത്തു നിന്നുണ്ടായതായി ജീവനക്കാർ തന്നെ പറയുന്നു. അതിൽ മനം നൊന്താണ് ഇപ്പോൾ ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം. ഉണ്ണി തൻ്റെ വിഷമങ്ങൾ പലരോടും തന്നെ പങ്കുവച്ചു. തൻ്റെ മകളുടെ വിവാഹം എത്തിയിരിക്കുന്നു. വിവാഹ നിശ്ചയമടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് താൻ നീങ്ങുന്നു. അതുകൊണ്ടാണ് ആ കടുത്ത മനോവിഷമം താങ്ങാതെയാണ് ഇപ്പോഴുള്ള ആത്മഹത്യ എന്ന് തന്നെയാണ് പറയുന്നത്. ഉണ്ണിയുടെ മൃതദേഹം നിലവിൽ മോർച്ചറിയിലാണ്. നാളെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം വീട്ടിലേക്ക് എത്തിക്കുക. സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നാളെ നടക്കും. ഈ സംഭവം വലിയ രീതിയിൽ ജീവനക്കാരുടെ ഭാഗത്ത് വലിയ കടുത്ത പ്രതിഷേധത്തിലേക്ക് അടക്കം നീങ്ങുകയാണ്. ജീവനക്കാർ ഇന്നും ഉണ്ണിയുടെ വീടിന് സമീപവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ട്രാക്കോ കേബിൾ കേന്ദ്രീകരിച്ചും സംഘടിച്ചിട്ടുണ്ട്. ഇന്നും നാളെയുമായിട്ട് അവർ കാര്യമായ രീതിയിലേക്കുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തങ്ങൾ നീങ്ങുമെന്ന് അവർ പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അലംഭാവം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ദുരന്തമുണ്ടായതെന്ന് അത് വിശദീകരിക്കുകയും ചെയ്യുന്നു. കാരണം ശമ്പളം മുടങ്ങിയിട്ട് നാളുകളായി. പക്ഷേ അതിലേക്ക് ഒരു
നടപടി പോലും ഇല്ലാതെയാകുന്നു. പല ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു. പക്ഷേ അതൊരു ഭാഗത്തും പൂർണ്ണമായി എത്തുന്നില്ല. അതിൽ ഈ ജീവനക്കാർക്ക് എല്ലാവർക്കും തന്നെ അത്തരം കാര്യങ്ങളിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് ജീവനക്കാർ ഒന്നടങ്കം കടന്നു പോവുകയും ചെയ്യുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ഉപജീവന മാർഗം കണ്ടെത്തി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അവരെല്ലാവരും തന്നെ മാറുന്നു. പക്ഷേ എല്ലാവർക്കും അങ്ങനെ മാറാനും കഴിയില്ല. പലരും തന്നെ വിരമിക്കൽ പ്രായത്തോട് അടുത്ത് നിൽക്കുന്നവർ തന്നെയാണ് പലരും ഉള്ളത്. അപ്പോൾ പലർക്കും അതിൽ മാറാനും കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഉണ്ണി. അവർ പറയുന്നു ഇനിയും ഇതുപോലുള്ള ആത്മഹത്യകളും കാര്യങ്ങളും എല്ലാം തന്നെ ഇനിയും സംഭവിച്ചേക്കാം. പക്ഷേ അതിനു മുൻപെങ്കിലും ഇക്കാര്യത്തിൽ ഒരു നടപടികളുണ്ടാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ അതിലൊരു മറുപടി പ്രതീക്ഷിക്കുന്നുവെന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിൽ വ്യവസായ മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലാണ്. ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം എന്താണ് സംഭവിക്കുന്നത്, വ്യവസായ വകുപ്പിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? കാരണം തുടക്കത്തിൽ സജിത്ത് സൂചിപ്പിച്ചതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ കേരളത്തിൽ അതിജീവനം നടത്തുന്നു, വളർച്ച നേടുന്നു എന്നെല്ലാം തന്നെ പറയുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ ട്രാക്കോ കേബിളിലെ കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന ഈ ജീവനക്കാരുടെ ദുരിതമുണ്ടാകുന്നത്. അതിലൊരാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും മന്ത്രിയുടേതടക്കമുള്ള ഒരു പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സജിത. യെസ്, അതാണ് ഡാനി സൂചിപ്പിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നു. കാരണം 15 മാസമായി ശമ്പളമില്ലാതെ തൊഴിലെടുക്കേണ്ടി വരുന്ന അവസ്ഥ. എന്താണ് ട്രാക്കോ കേബിൾസിൽ സംഭവിക്കുന്നത് എന്ന കൂടിയുള്ള ഒരു പരിശോധനയിലേക്ക് പോകേണ്ടി വരും. കാരണം സംസ്ഥാനത്ത് 3 യൂണിറ്റുകളാണുള്ളത്. ഇരുമ്പനത്ത്, തിരുവല്ലയിൽ, ഒപ്പം തന്നെ കണ്ണൂരിൽ, പിണറായിലും 3 യൂണിറ്റുകൾ ട്രാക്കോ കേബിൾസിനുണ്ട്. ഈ ഇരുമ്പന യൂണിറ്റിൽ തന്നെ ഏകദേശം 200ഓളം ജീവനക്കാർ പണിയെടുക്കുന്ന ഇടമാണ്. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. എന്താണ് എന്ന് മന്ത്രിയുടെ വിശദീകരണം തന്നെയാണ്. എന്തായാലും ഡാനി സൂചിപ്പിച്ചതുപോലെ അവിടെ തന്നെ മന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഡാനിയോട് സംസാരിച്ച് ജീവനക്കാർ സൂചിപ്പിക്കുന്നുണ്ട്, ഈ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ മാനേജ്മെന്റ് പിടിവാശിയാണ് ഈ പ്രതിസന്ധി ഇത്ര രൂക്ഷമാക്കിയത് എന്നതാണ് അവരുടെ ആരോപണം. യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത എത്രമാത്രമുണ്ട്? ഇക്കാര്യത്തിൽ മന്ത്രി ഒരു വ്യക്തത വരുത്തുമെന്ന് കരുതാമോ? അതിലൊരു വ്യക്തത മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇക്കാര്യത്തിൽ നമുക്കറിയാം, ഇൻഫോ പാർക്ക്, കൊച്ചി കാക്കനാട് കേന്ദ്രീകരിക്കുന്ന ഇൻഫോ പാർക്ക്, അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു എല്ലാ സ്ഥലം പൂർണ്ണമായിട്ട് തന്നെ ഉപയോഗിച്ചുള്ള ഒരവസ്ഥയിലാണുള്ളത്. ഇനി ഒരു അടുത്ത ഘട്ട വികസനം വരണമെങ്കിൽ അതിന് കൂടുതൽ സ്ഥലവും കാര്യങ്ങളും എല്ലാം തന്നെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ പല ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുവെന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു സജഷൻ, അതിലൊരു നിർദ്ദേശമായിട്ട് വന്ന ഇടം കൂടിയാണ് ട്രാക്കോ കേബിളിൻ്റെ സ്ഥലവും പരിസരവും എല്ലാം തന്നെ. അപ്പോൾ അത്തരം ചർച്ചകളും ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ആ സ്ഥലം ഉപയോഗിക്കുക, ഏത് രീതിയിലേക്ക് അത് പ്രയോജനപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡാനി ഒന്ന് തുടരുക.